അല്ല ഷഹീദെ, തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എന്താ ഇപ്പോൾ 2-3 ഘട്ടമൊക്കെ പ്രചരണം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. ശരിക്കും ഫീൽഡിലുള്ള ചർച്ചാ വിഷയം എന്താ? അല്ല, വികസനവും മറ്റ് രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. പക്ഷേ മലബാറിൽ ഏറ്റവും ചൂടുള്ള വിഷയം CAA തന്നെയാണ്. കാരണം ഇത്തവണ മുസ്ലിം വോട്ടുകളിൽ 2 മുന്നണികളും കാര്യമായിട്ട് കണ്ണുവെച്ചിട്ടുണ്ട്. അപ്പം ഈ പരമ്പരാഗതമായിട്ട് UDF കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് CAA വെച്ചിട്ടൊന്ന് മറച്ചിടാൻ പറ്റുമോ എന്നുള്ളതാണ് LDF അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് UDF. അതായത് തെരഞ്ഞെടുപ്പ് ചൂടിൽ CAA ഇങ്ങനെ തിളച്ചു മറിഞ്ഞു തുടങ്ങി എന്നർത്ഥം. ശരിക്ക് ഇതൊക്കെ അങ്ങോട്ട് ഏശുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഒരു സംശയവും വേണ്ട. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CAA തന്നെയാണല്ലോ. മുഖ്യമന്ത്രി ഇപ്പോൾ നടന്ന് സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ച റാലി നടക്കുന്നു. കേരളത്തിൽ നിയമം നടപ്പാക്കില്ല എന്നുള്ള പ്രഖ്യാപനം. മലപ്പുറത്തൊക്കെ കലക്കൻ പ്രസംഗമല്ലേ മുഖ്യമന്ത്രിയുടെ. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗവും വികാരം കൊള്ളലൊക്കെ ജോറന്നെ. പക്ഷെ ഇത് നടപ്പാക്കില്ല എന്നെങ്ങനെയാണ് പറയുക? കേരളത്തിൽ മാത്രമായിട്ട് ഒരു കേന്ദ്ര നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, ഈ പ്രസംഗം മാത്രമല്ലല്ലോ. ഇപ്പം വലിയ റാലികളും DJ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് LDF. ഇപ്പം വടകരയിൽ നമ്മൾ കണ്ടല്ലോ, ശൈല ടീച്ചറുടെ രാത്രിയൊക്കെ അവിടെ CAA വിരുദ്ധ പ്രക്ഷോഭം, വലിയ ഡാൻസ് പരിപാടികളാണ്. അല്ല, ഇങ്ങനെ DJയും ഡാൻസും നടത്തിയിട്ട് ചെറുക്കാവുന്നതാണോ ഈ CAA ഉണ്ടാക്കുന്ന പ്രശ്നം എന്നാണ് ഇപ്പം UDF ചോദിക്കുന്നത്. ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ ദിവസം കലക്കൻ കളിയാക്കലാണ് നടത്തിയത്. ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത് CPM കേവലമായ ഒരു ആഘോഷമാക്കി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതൊരു DJ പാർട്ടിയും ഒക്കെ ആയി പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വളരെ വേദന തോന്നുകയാണ്. അല്ല, ഈ പാറക്കൽ പറയുന്ന പോലെ ഈ പോരാട്ടം പലവിധമാണല്ലോ. അതിൽ ഡാൻസിന് ഒരു വലിയ പങ്കുണ്ട്. അല്ല, അതൊക്കെ ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പല്ലേ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. അവിടെ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ജനം ആഘോഷിക്കട്ടെ. അത് ശരിയാണ്. ഈ LDF അത്തരം റാലികളൊക്കെ നടത്തുന്ന സമയത്ത് UDF അടിത്തട്ടിൽ ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ UDF നേതാക്കന്മാർ ഈ മുസ്ലിം സംഘടനാ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൗരത്വ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടിട്ട് വഞ്ചിതരാകണ്ട, ഞങ്ങളാണ് നിങ്ങൾ കൂടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇന്നലെ KS ഈ സ്ഥലങ്ങളിലേക്ക് പോയത് അല്ലേ. ആദ്യം പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടി പോയി. പിന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടു, ജെഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു, TP അബ്ദുൽ കോയ മദനിയെ കണ്ടു. അതിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു VD സതീശൻ ഒരു വട്ടം ഇവരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതും പോരാഞ്ഞ് രമേശ് ചെന്നിത്തലയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ CAA വിരുദ്ധ പോരാട്ടത്തിൽ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയാമെന്നുള്ളതാണ് കരീമെന്ന് എളമര കരീം എന്നോട് പറഞ്ഞത്. അതൊക്കെ സ്വാഭാവികമല്ലേ. എല്ലാ പാർട്ടികളും ജയിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുക, അതിലൊന്നും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതിലെ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ ഞാനതൊന്നുമല്ല ആലോചിക്കുന്നത്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇഞ്ചോടിഞ്ച് എന്ത് പോരാട്ടം നടത്തിയാലും പാർലമെന്റിലെത്തിയാൽ CAA വിഷയത്തിൽ രണ്ടാളും ഒന്നാകും. അതാണ് ഇതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ്. ഓക്കെ, അപ്പം പാട്ടുകൾ മുഴങ്ങട്ടെ, ഡാൻസ് കൊഴുക്കട്ടെ, ജനം ആഘോഷിച്ച് തിമിർക്കട്ടെ.